അമ്മായിമ്മ തന്ന ആദ്യത്തെ കൊല. അനിയത്തിയാണ് 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളത്. ഈ ഗസ് തെറ്റാണെന്നുണ്ടെങ്കിൽ ആ ഗിഫ്റ്റ് നമ്മൾ തിരിച്ചെടുക്കും. ഹായ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഒരുപാട് ആൾക്കാരെ റിസൾട്ടുകളൊക്കെ വന്നല്ലോ, 10ാം ക്ലാസ് ജയിച്ച ആൾക്കാരതൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയില് സിംഗിന്റെ അനിയത്തിയാണ് 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളത്. അപ്പോൾ അവൾക്ക് കുറെ A+ ഉണ്ട്, A ഉണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ, അതിന്റെ താഴത്തേക്കില്ല. അപ്പം അത് എത്രയാണ് എന്താണെന്നൊക്കെ നോക്കണം. അപ്പൊ അതുപോലെ തന്നെ ഈ A+ ഒക്കെ കിട്ടി പാസ്സായി കഴിഞ്ഞാൽ നമ്മള് കുട്ടികൾക്കൊരു എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഗിഫ്റ്റ് കൊടുക്കണ്ടേ. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിനുവേണ്ടി ഇറങ്ങിയതാണ്. സിംഗിനോ പറഞ്ഞിട്ടില്ല, അന്യത്തിനോട് ആരോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഓളെ വീട്ടിൽ പോണതും പറഞ്ഞിട്ടില്ല. അപ്പൊ ആദ്യം എനിക്ക് ആ ഒരു ഗിഫ്റ്റ് വാങ്ങണം. എന്താ ഗിഫ്റ്റ് നോക്കാം, എന്നിട്ട് നമുക്ക് ഓരോ പോയിട്ട് സർപ്രൈസ് ചെയ്യാം. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹൈലൈറ്റിലെത്തി. ഇതാണ് ഞാനിപ്പോ ഈ 3 കുറച്ച് സിമ്പിൾ അല്ല ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം. ഇതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇതെടുത്തു ബ്രോ, ഗിഫ്റ്റ് റാപ്പ്. ഇതാ നമ്മള് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതാ ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി നേരെ സിംഗിന്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെ ഞാനിതാ സിംഗിന്റെ വീട്ടിന്റെ അടുത്തെത്തി. തൊട്ടടുത്തുള്ളത് അവിടെ റോട്ടിന്റെ അവിടെ നിൽക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് ഓളോട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാനിങ്ങനെ വരുന്നുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഓളും കൂടി തല്ല് പിടിച്ച് കട്ട് ചെയ്തതാണ്. അപ്പൊ എന്താണ് നോക്കാം, ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചിട്ട് വേറെ വീട്ടിലേക്ക് പോവാം. അപ്പോഴല്ലേ സർപ്രൈസിന്റെ ഒരു രസമുണ്ട്. മോയെ ഞാനോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൊയായി. ഇനി ഇതാ ഓളെ വീട്ടിന്റെ അവിടേക്ക് നേരെ പോവാ. എന്നാൽ ഡയറക്റ്റ് തന്നെ പോവാ. ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് നേരത്തെ ഞങ്ങൾ തമ്മില് തല്ല് പിടിച്ചിട്ടാണുള്ളത്. പക്ഷെ ആ തല്ലുപിടി മാറ്റാൻ വേണ്ടിയിട്ട് ഓൾക്കൊരു പെർഫ്യൂമും കൂടി ഞാൻ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു വിഷമം നമുക്ക് അവിടുന്ന് മാറ്റാം. എന്തായാലും പോയി നോക്കാം. ഇനി തല്ലുപിടിന്റെ പകരം ഇനിയിപ്പൊ പോയി കേറി കഴിഞ്ഞാൽ എനിക്ക് തല്ല് കിട്ടുമോന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ മോയായി. ഗിഫ്റ്റ് ഞാൻ ഇവിടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ കാല് പൊള്ളുന്നു ഈ കട്ടേന്ന്. ഗിഫ്റ്റ് ഞാൻ കീ ഇതിന്റെ ഉള്ളിൽ തന്നെ വെച്ചതിനെ കൊണ്ട് ഇതാക്കാൻ പറ്റില്ല. ആദ്യം വിളിക്കാം. ഹലോ എവിടെ? അതല്ല, അതല്ല, എവിടെ A+ കാര്യത്തി? എവിടെ? ഹലോ, കനത്തിലാണ് കേട്ടോ, ദേഷ്യത്തിലാ. എന്താ എന്റെ മുഖമൊന്നും ഒരു ഇതില്ലാത്തത്? എത്ര A+ ഉണ്ട്? എനിക്ക് എത്ര A+ ഉണ്ട് അറിയോ? എനിക്ക് 10 ഉണ്ടായിരുന്നു. ഇല്ല, എനിക്ക് 10 ഇല്ലായിരുന്നോ? എനിക്ക് 10 ഉണ്ടായിരുന്നു. എനിക്ക് 10? അപ്പൊ നമ്മളെന്തായാലും സെയിം അല്ലേ? എനിക്കും 10 ആയിരുന്നു. 10 A+. എന്തുകൊണ്ടാ 2 A ആയിപ്പോയത്? അതെങ്ങനെ? എന്ത് ഇന്നലെ ആര് പറഞ്ഞു? 9 ആ ശരിയാ, 10 അല്ല 9 A+. ഒന്ന് ഞാൻ എന്താ പറയാ, കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ കുറച്ചത്. അല്ല 9 A+. ഒന്നിപ്പോ കൂടിപ്പോയത്, അത് ഇവിടുത്തെ ക്ലാഷ് ആയി പോയതാ പറഞ്ഞത്. അപ്പൊ ട്രീറ്റ് എവിടെ? ഈ എന്താ അവിടെ നിക്കുള്ളൂ? വാപ്പോ ട്രീറ്റ് എപ്പളാ? ആ അത് ഇന്നലെ ഞാൻ അതിന് വയനാട് പോയതായിരുന്നല്ലോ. അത് എത്തിയത് ലേറ്റ് ആയിട്ടാണല്ലോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ പറഞ്ഞുതരാം. ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ സാധനം എന്തായാലും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കൊടുക്കേണ്ട സാധനമാണ്. അത് ആർക്കാണെന്നുണ്ടെങ്കിൽ ഒരു മുട്ടായി എങ്ങനെ തരണം? മുട്ടായി എവിടെ? എപ്പോ? ഇതെന്താണെന്നാ പിന്നെ ഞമ്മക്ക് പോവല്ലേ എന്നാലും അറിയാം. എന്താ നിന്റെ മുഖം ഇത്തിരി കടന്നല് കുത്തിയമാതിരി കുറച്ച്? എന്തായാലും അല്ലേ, ഇത് പിടിച്ചേ. ഇതെന്തായിരിക്കും? ഗസ് ചെയ്തേ അല്ലെ? എന്തായിരിക്കും നിങ്ങൾ ഗസ് ചെയ്യട്ടെ? എന്തായിരിക്കും? എന്നാലും ഗസ് ചെയ്യ്, ജസ്റ്റ് ഗസ് ചെയ്യ്, എന്തെങ്കിലും ഒരു ഗസ് ചെയ്യല്ലേ. പോരട്ടെ. എന്താ ഇതിന്റെ പെരിമീറ്റർ നോക്കാണോ? അല്ല, നോട്ടെ കൂടെ കാണുമോ നോക്കാണോ? അല്ല, ഇത് ഗസ് ചെയ്യ്. ഇങ്ങനൊരു സംഭവം ഇങ്ങനൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റോഷനായതുകൊണ്ട് ഉടായ്പായിരിക്കും, അല്ലാണ്ട് പറഞ്ഞാ. അതെ, ഞാനും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്വന്തം ഹസ്ബൻഡിനെ കുറിച്ച് ഇങ്ങനെ തന്നെ ഈ പറയാൻ പാടുണ്ടോ? എനിക്ക് ഇഷ്ടംപോലെ വാലന്റൈൻസ് ഡേക്ക് ഒരു കണ്ടോ? പിന്നെ അതൊന്നല്ല, ഇത് ഗിഫ്റ്റ് ആണ്. ഇത് എന്തായിരിക്കും?
രണ്ട് ഓപ്ഷൻ ഗസ് ചെയ്യും. നമ്മുടെ ഗെയിം എങ്ങനെയാണ്, നമ്മൾ നോർമലി ചെയ്യുമ്പോ എങ്ങനെയാണ്, ഈ ഗസ് തെറ്റാണെന്നുണ്ടെങ്കിൽ ആ ഗിഫ്റ്റ് നമ്മൾ തിരിച്ചെടുക്കും. അങ്ങനത്തെ ഒരു സംഭവം ഇല്ലേ? ഗസ് രണ്ടെണ്ണം ഗസ് ചെയ്യാനുള്ളത് ഉണ്ട്. അതില് പറയാ ചോക്ലേറ്റ് ആണോ? ഒരു ഗസ് കൂടെ. സിനുവിനെ പറ്റി എനിക്ക് കൂടുതൽ അറിഞ്ഞില്ലെങ്കിലും ഉണ്ടല്ലോ, എനിക്ക് ലാഭായനെ. അവള് ചെറുതായപ്പോ ഞാൻ ചോദിച്ചു എനിക്ക് എന്താ വേണ്ടത്. 2 കിലോ കേക്ക് ഒറ്റക്കും എന്തുകൊണ്ട് എന്നോട് ആദ്യം പറഞ്ഞില്ല? ഇത് ആദ്യം പറയായിരുന്നല്ലോ അല്ലേ? ഇത് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഒരു ഗസും കൂടെ. ഈ ഗസ് തെറ്റാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് തിരിച്ചെടുക്കും. കുളിക്കാത്തോണ്ടോ? ഇതിനുള്ള മറുപടി ഞാൻ പിന്നെ പറയാം. നല്ലൊരു ദിവസമായിട്ട് കുട്ടി 8 A+ മേടിച്ച് 2 Aയും അത് റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും A+ ആയി. അതെന്തറിയോ, അത് നോക്കിയ ആൾക്ക് തെറ്റിപ്പോയതല്ലേ? അല്ല, അത് നോക്കിയ ആൾക്ക് തെറ്റിപ്പോയത്. നോ ഗ്രേസ് മാർക്ക്. ഗ്രേസ് മാർക്ക് ഇല്ലാതാണ് കുട്ടി ഇങ്ങനെ ഇതായത് കേട്ടോ. അല്ലെ? അതെ, തുറക്കണേക്ക് മുന്നേ പറയും. വിശക്ക് നിന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ പോവാനല്ലേ? നമ്മുടെ മുത്താപ്പന്റെ അടുത്ത് പോയിട്ടാണ് ഫുഡ് ഉള്ളത്, അതറിയോ? ഓക്കെ, അൺബോക്സ് ചെയ്യും അല്ലേ? ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷമായിരിക്കും കൊടുക്കാൻ വേണ്ടിട്ട്. അൺബോക്സ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഞാനൊക്കെ അൺബോക്സ് ചെയ്യുമ്പോ പിടിച്ചു വലിച്ചു വേറെ പൊട്ടിക്കില്ല. മറിയ കായൊക്കെ അത് എറിഞ്ഞ് ചിലപ്പോ പൊട്ടിച്ചിട്ടായിരിക്കും തുറക്കുക. എന്താണ് ഇതിനുള്ളിൽ വാച്ച് ആയിരിക്കോ വേറെ എന്തെങ്കിലും? വാച്ച് ആയിരിക്കോ എന്തായിരിക്കോ? നോക്കാം. ഒന്ന് എടുത്തോക്കി, കയ്യിന് കത്താണെന്നൊക്കെ നോക്ക്. കത്താണോ? എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഇഷ്ടമാണ്. കറക്റ്റ് സാധനം അല്ലേ? കറക്റ്റ് ടൈപ്പ് ഞാൻ മനസ്സിൽ വാച്ച് ഇല്ലാന്ന് മാത്രം ഈ പറയുന്നത്. അല്ല, ഇങ്ങനത്തെ ഓടുന്ന വാച്ച് എന്നാ പറഞ്ഞത്. അതെ, കറക്റ്റ് സാധനം. എങ്ങനെയുണ്ട്? സെറ്റ് സാധനല്ലേ? എങ്ങനെയുണ്ട്? കൊള്ളാം. ഇഷ്ടമായി എനിക്ക്. അൺഎക്സ്പെക്ടഡ്, അതിനെ പറയാ അൺഎക്സ്പെക്ടഡ്. ഇത് ഇവിടെ അൺഎക്സെപ്റ്റഡ് ആണ് കേട്ടോ. ഇവിടെ അൺഎക്സ്പെക്ടഡ് അല്ല, അൺഅക്സെപ്റ്റബിൾ ആണ്. അപ്പൊ ഇന്നത്തെ അല്ലേ? അതെ, കൺഗ്രാജുലേഷൻസ്. എനിവേ, എനിക്ക് സാധിക്കാത്തത് കുട്ടികൾ സാധിച്ചു. അപ്പൊ അതില് വലിയൊരു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് 9 A+ഉം 1 Aയും ആണ്. പിന്നെ റീവാലുവേഷനിൽ കൊടുക്കാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാമ്പത്തിക പ്രതിസന്ധി ഇല്ലതിനെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വിളിച്ചപ്പോ എന്താ പറഞ്ഞു? എന്റെ മക്കൾക്കും അത് നടന്നില്ല. എന്റെ മക്കളോട് ഞാൻ പറയല്ലത് പാസ്സാവാൻ വേണ്ടിട്ടാണ്. ഈ ഇമ്മനെ കൊണ്ട് ഇതൊക്കെ എന്തിനാ വരെ പറയേണ്ട ആവശ്യം? ഞാൻ വേണം പറഞ്ഞത്. അപ്പൊ ഹാപ്പി. അടുത്ത പ്രാവശ്യം നീ +2 100% ആണ്. അത് നല്ലൊരു കാര്യമാണ്. എനിക്ക് 10 A+ അല്ലേ? അവൾക്ക് 10 A+ ഉണ്ടായിരുന്നു. ഇത് റീവാലുവേഷൻ കൊടുത്ത 10 A+ ആവും. പ്ലസ് കുടുംബമായി മാറി. അതെ, എനിക്കും 10 A+, 9 A+ ആണ്. ഒന്നും ഞാൻ റീവാലുവേഷനിൽ കൊടുക്കാത്തതിനെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് മാത്രം. അപ്പൊ എന്തായാലും നമുക്ക് ഫുഡിന് പോവല്ലേ? മുത്താപ്പന്റെ അവിടേക്ക് പോവാ. എന്നപ്പോ എന്താണ് നിന്റെ മുഖം തെളിയുന്നില്ലല്ലോ? അന്ന് ഹാപ്പി ആക്കാനുള്ള സാധനം ഉണ്ട്. നോക്കി, ഓൾക്ക് മാത്രല്ല എന്റെ മുത്തിനും ഗിഫ്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. എടി, എന്റെ മുത്തിനും ഗിഫ്റ്റ് ഉണ്ട്, കാണണോ? ഇത് ഗിഫ്റ്റ് അല്ല, ഇത് ഞാൻ ചോദിച്ചു മേടിച്ചതാ. ഓന് പെർഫ്യൂം വാങ്ങുമ്പോ എനിക്ക് ഒന്ന് വാങ്ങാൻ പറഞ്ഞു, അപ്പൊ മേടിച്ചതാ. അല്ല, അത് ഗിഫ്റ്റ് അല്ലേ? അതിനല്ലടി ഗിഫ്റ്റ് എന്ന് പറയല്ലേ? ഗിഫ്റ്റ് എന്ന് പറയല്ലേ? ചോദിച്ചു വാങ്ങല്ലേ? അത് അങ്ങനൊക്കെ പറയാൻ പാടുണ്ടോ?
ഞാനേ ഓന് പിന്നെ സ്പ്രേ വാങ്ങുമ്പോ എനിക്കും കൂടി ഒരു പെർഫ്യൂം വാങ്ങണം എന്ന് പറഞ്ഞു. എന്താലേ എനിക്ക് മേടിച്ചോ അത്ര ഇങ്ങനെ സിങ്കിന്റെ തറവാട് കാണാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ അല്ലേ? ഇതൊന്നും ഇവിടെ ആരും താമസിക്കില്ല. ഇത് സിങ്കിന്റെ മൂത്താപ്പന്റെ വീട്. അവിടുത്തെ ഞങ്ങൾ ഇന്ന് ലഞ്ച് കഴിക്കുന്നത്. ഇത് സിങ്കിന്റെ വീട്. ഇവിടെ ആരും താമസിക്കുന്നില്ല അല്ലേ? ഇത് സിങ്കിന്റെ വീട്. ഇതാ ഇവിടെ അതാണ് ഞങ്ങളെ റൂം. ഇവിടെ ആരില്ല. ഇതെന്താ അവിടെ ജനവാതിലൊക്കെ അപ്പൊ തുറന്നിട്ടിട്ടുള്ളത്? എന്നാ ആരെങ്കിലും ഒക്കെ വാടകയ്ക്ക് നിർത്തിക്കൂടെ? കാരണം ഈ വീട് കേടാവാ നിൽക്കൂലേ? ആണോ? പണ്ടത്തെ വീടില്ലേ, പണ്ടത്തെ ടൈപ്പ് വീട്. മോളിലും മറ്റേ ഇതല്ലടി മറ്റെന്താ പറയാ നമ്മുടെ ഈ മരത്തിന്റെ സംഭവം അല്ലേ? അത് അടക്കള, പഴയ അടക്കള. ആണോ? അത് എന്റെ വല്യമ്മന്. പണ്ടത്തെ എല്ലാ വീട്ടിലും ഉണ്ടാവും ഇങ്ങനത്തെ ഒരു കട്ടില്. ഇതുള്ള ആൾക്കാരൊക്കെ, ഇതൊക്കെ ഒരു നൊസ്റ്റായിട്ടുള്ള ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ താഴെ കമന്റ് ചെയ്യട്ടോ. അതേപോലെ തന്നെ ഒരു മഞ്ച ഉണ്ടാവും ഒരു അതേപോലെ തന്നെ ഒരു മഞ്ച എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. അതായത് മരത്തിന്റെ ഒരു പെട്ടി. അതിലാണ് ഈ ഓരോ സാധനങ്ങളില്ലേ മഞ്ച ഉണ്ടായിരുന്നു ഇവിടെ. അതായത് പണ്ടത്തെ പലഹാരങ്ങള്, സാധനങ്ങള് ഒക്കെ എടുത്തു വെക്കുന്ന ഒരു സാധനമായിരുന്നു. ഇങ്ങനെ മരത്തിന്റെ തന്നെ ഒരു പെട്ടി പോലെ നീളത്തില്. നമ്മൾ കണ്ട കട്ടിലില്ലേ, അതിന്റെ അതേ ഒരു വലുപ്പം, ഏകദേശം ആ ഒരു വലുപ്പം ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെയാണ്? പപ്പടം, അവിയല്, അച്ചാറ്, ഉപ്പേരി, അപ്പേരി, കോഴി പൊരിച്ചത്. ഇതാ A+ ആയിരത്തി ഇങ്ങോട്ടോക്ക. ഹായ്. A+ന്റെ ട്രീറ്റ് ആണോ സദ്യ? ആണോ മൂത്താപ്പ? മൂത്താപ്പന്റെ ഭാഗം A+ന്റെ സദ്യ. അതെ, A+ന്റെ സാമ്പാർ സദ്യ. അങ്ങോട്ട് ഇടിയോ മിനിങ്ങ. അതെ. ഇങ്ങനെ മൂത്താപ്പ എങ്ങനെയുണ്ട്? സൂപ്പർ. അതിപ്പോ നിങ്ങൾ കുറ്റം പറയൂലല്ലോ, നിങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ ആവുമ്പോ. അല്ല സൂപ്പർ നിങ്ങൾ നമ്മളോട് ചോദിക്കി. സൂപ്പർ ആണോ അല്ലേ? അതാ അവള് പറഞ്ഞു. അതാ ഇതാരെ വീടാ? ഏത് മൂത്താപ്പന്റെ വീട്ടിൽ വന്ന് മൂത്താപ്പനെ വെച്ചപ്പോ സൂപ്പർന്ന്. ഇത് നമ്മളല്ലേ പറഞ്ഞു സൂപ്പർ ആണോ അല്ലേ എന്നല്ല മൂത്താപ്പ. അതല്ല, നമ്മൾ പറഞ്ഞിട്ടാ കേട്ട് റെഡി ആയിട്ട് നമ്മൾ ചോദിക്കുമ്പോ അങ്ങനെ പറയാ. പിന്നെ അല്ല, അമ്മായിമ്മ ഒരു കൊല തരാന്ന് പറഞ്ഞിരുന്നല്ലോ. അതാണ് എന്റെ അമ്മായിമ്മ സ്നേഹത്തോടെ പുറത്ത് ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു കൊല തരാന്ന് പറഞ്ഞിരുന്നു. എവിടെ കൊല? ഇവിടെ ഇനിയുണ്ട് കേട്ടോ കൊലകള്. കൊലകള് ഇതിത്തെ ഏതിലുള്ള കൊലാടി? കോലാടി അല്ല കൊല. ഏതിലുള്ള കൊല? കദളിയാ? കദളി ഒക്കെ ഓർക്കറിയാം. ഞാൻ പഴം കഴിക്കാത്തോണ്ട് എനിക്കറിയില്ല. ഞാൻ ഒരു പഴം കഴിക്കില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. അതിനെ വലിയ ധാരണയില്ല. ഏതാ എന്റെ അമ്മായിമ്മ തന്ന കൊല? താങ്ക് യു. നല്ല കദളിവായ കൊലയാണ്. നേരെ വണ്ടിയിലേക്ക് വെച്ചിട്ട് മാത്രം വാങ്ങൂല, തിരിച്ചു തരുകയും ചെയ്യും. എന്നാലും അങ്ങനൊക്കെ പറയുന്നത് ഞാൻ വിചാരിച്ച ഓള് വന്ന് ഒരു മുഖം ഒരു ഹാപ്പി ആവുന്ന. പക്ഷെ ആയി അല്ലേ? ആയില്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഒരു കാര്യം പറഞ്ഞിട്ട് മറക്കാണ്ട് വാങ്ങുന്നത്, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നത്. അങ്ങനൊന്നും പറയല്ല. ഇത് അതുകൊണ്ടൊന്നല്ല കേട്ടോ, ഞാൻ അതുകൊണ്ടൊന്നല്ല, ഓള് പറഞ്ഞതിനെ കൊണ്ടൊന്നല്ല. വാങ്ങുമ്പോ വാങ്ങണേന്ന് പറഞ്ഞോളൂ. വാങ്ങുമ്പോ ആദ്യമായിട്ടൊരു സാധനം ഞാൻ പറഞ്ഞിട്ട് മറക്കാണ്ട് വാങ്ങിക്കൊണ്ടുവന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ അല്ലെ, ഈ കൊല ഇത് വീട്ടുകാർക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കണം. അമ്മായിമ്മ തന്ന ആദ്യത്തെ കൊല അല്ലേ? അതെ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും അല്ലേ, കുറെ ആൾക്കാർ 10 പാസ്സായിട്ടുണ്ടാവും. എല്ലാവർക്കും നമ്മുടെ കൺഗ്രാജുലേഷൻസ്. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാതായിരിക്കും. ബൈ ബൈ.